ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മത്തങ്ങ വെച്ചിട്ടുള്ള ഒരു നാടൻ കറിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണിത്. ഇത് ചോറിൻ്റെ കൂടെയും വേണമെങ്കിൽ നമുക്കിത് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാം. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ, അതായത് 500 ഗ്രാം നല്ല പഴുത്ത മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള സവാളയാണ് വേണ്ടത്. അപ്പം മത്തങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വയ്ക്കാം. അപ്പോൾ മത്തങ്ങയുടെ കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ചെരുവത്തിൽ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഞാനിത് കുക്കറിലാണ് ഇപ്പോൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഒരു ചെരുവത്തിൽ വയ്ക്കാം, കാരണം ഒരു 5 മിനിറ്റ് ഇത് വേവാൻ എടുക്കുള്ളൂ. അപ്പോൾ അതാ ഞാനിത് നുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇടാം. ഈ സവാള ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. കുറച്ച് വലിയൊരു സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് വെള്ളത്തിൽ ഒരു ലെമൺ സൈസ്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചതാണത് കേട്ടോ. ഇത് പുളി കഷ്ണം വെന്തതിൻ്റെ ശേഷം വേറെ ഒഴിച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 വിസിൽ വന്നാൽ മതിയാവും. അപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല ഒന്ന് പെട്ടെന്ന് റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ആ ഉലുവ ഒന്ന് മൂത്ത് വരണം. ഇതിലേക്ക് ഒരു 5-6 അല്ലെങ്കിൽ ഒരു ചെറിയ തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നാളികേരമാണ് ചേർക്കുന്നത്. നാളികേരം അധികം ചേർക്കേണ്ട ആവശ്യമില്ല, 3 ടേബിൾ സ്പൂൺ കേട്ടോ. ഇതിൽ നാളികേരം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നാളികേരം ഇതിലൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യണു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ വറുക്കുന്ന പോലെ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മാത്രം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുളക് പൊടിക്ക് പ്രത്യേകിച്ച് അളവില്ല, അത് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി. മല്ലിപ്പൊടിക്ക് അളവുണ്ട് കേട്ടോ. ഇനി ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആ മല്ലിപ്പൊടി മാത്രം പച്ചമണം ഒന്ന് മാറണം, അത്രേ വേണ്ടൂ. അല്ലാതെ നാളികേരം ഇങ്ങനെ വറക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. എന്നിട്ടിത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നല്ല മയത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഉടയ്ക്കണ്ട എന്നുള്ളവർക്ക് അല്ലാതെ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കുക. ആവശ്യത്തിന് ചൂടുള്ള വെള്ളം കൂടിയും ചേർക്കുക കേട്ടോ. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചൊരു കട്ടിക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിക്സർ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇത് നല്ല തിള വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. മസാലയൊക്കെ നന്നായിട്ട് വെന്ത് അതിലേക്ക് കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടണം, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ വാളൻ പുളിയൊക്കെ നിങ്ങളുടെ ആ ടേസ്റ്റിനനുസരിച്ച് പുളിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 5-6 ചുവന്നുള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത് അതും കൂടി ചേർത്തിട്ട് നന്നായി മൂപ്പിക്കുക. ഒരു 2 ഉണക്കമുളക് ഇടുക, കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഇനി ഇത് കറിയിലേക്ക് ഒഴിക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഈ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോഴാണ് അതിനാ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നല്ലൊരു ഒഴിച്ചു കറിയാണത്. കുറച്ച് കറി എടുത്തിട്ട് ആ തടുക്ക പാനിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു നുള്ള് ശർക്കര ചേർക്കാം,
അത് വേണ്ടവർ മാത്രം ചേർത്താൽ മതി കേട്ടോ. കാരണം ഈ മത്തങ്ങയ്ക്ക് മധുരമുണ്ട്, പിന്നെ സവാളയ്ക്കും ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഒരു നുള്ളു ശർക്കര മാത്രം ചേർത്താൽ മതി. അപ്പോൾ അത് തികച്ചും ഓപ്ഷനിലാണ്. അത് ശരിക്കും കറി തിളയ്ക്കുമ്പോഴാണ് ശർക്കര വേണം എന്നുള്ളവർക്ക് ചേർക്കാവൂ. ഞാൻ പിന്നീടാണ് ചേർത്തതെന്ന് മാത്രമേ ഉള്ളൂ, മറന്നുപോയതാണ്. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്